ദേശാഭിമാനി മുഖപ്രസംഗം 2025 മാർച്ച് 8. നവകേരളത്തെ നയിക്കാൻ 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി കൊല്ലത്ത് ആരംഭിച്ച CPIM സംസ്ഥാന സമ്മേളനം കേരള ചരിത്രത്തിൽ മറ്റൊരു നാഴികക്കല്ലാകുകയാണ്. LDFന് ആദ്യമായി തുടർഭരണം കിട്ടിയതിനു ശേഷം ചേരുന്ന രണ്ടാമത്തെ സമ്മേളനത്തിൽ കഴിഞ്ഞ 3 വർഷത്തെ പാർട്ടിയുടെ പ്രവർത്തനത്തിന്റെ നേട്ടകോട്ടങ്ങൾ ചർച്ച ചെയ്ത് കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതോടൊപ്പം സർക്കാരിന്റെ പ്രവർത്തനങ്ങളും വിലയിരുത്തുമെന്നാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. പ്രവർത്തന റിപ്പോർട്ടിനൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നവകേരളത്തെ നയിക്കാൻ പുതുവഴികൾ എന്ന രേഖയും സമ്മേളനം ചർച്ച ചെയ്ത് അംഗീകരിച്ച് മലയാളികൾക്ക് മുന്നിൽ അവതരിപ്പിക്കും. കേരളത്തിന്റെ സമഗ്ര വികസനത്തിനുള്ള ബദൽ നയമായിരിക്കും ഈ രേഖയെന്നതിൽ സംശയമില്ല. കേരള ജനതയെ വികസിത അർദ്ധവികസിത രാജ്യങ്ങളിലെ ജീവിത നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള കർമ്മ പദ്ധതികളാണ് രേഖയിൽ ഉൾക്കൊള്ളിച്ചതെന്ന് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു. സംസ്ഥാനങ്ങളെ കൈപിടിച്ചുയർത്താൻ ബാധ്യതപ്പെട്ട കേന്ദ്രം ഫെഡറൽ സംവിധാനങ്ങളെ ആകെ കാറ്റിൽ പറത്തി കേരളത്തോട് പ്രതികാര ബുദ്ധിയോടെ പെരുമാറുമ്പോൾ 3.5 കോടി ജനങ്ങളുടെ സുരക്ഷിത ജീവിതവും സാമൂഹ്യ നീതിയും സംസ്ഥാന സർക്കാരിന്റെ മാത്രം ചുമതലയാകുന്ന സ്ഥിതിവിശേഷമാണിവിടെ. വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ, സാമൂഹ്യ സുരക്ഷ, സമഗ്ര വികസനം എന്നിവയെല്ലാം സമുന്നയിപ്പിച്ച് അതിവേഗം മുന്നേറാനാണ് ആധുനിക കാലം ആവശ്യപ്പെടുന്നത്. അതിനുതകുന്ന നൂതന പദ്ധതികളാണ് സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള രേഖയിലുള്ളതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. 2022 മാർച്ച് 1 മുതൽ 4 വരെ എറണാകുളത്ത് ചേർന്ന സംസ്ഥാന സമ്മേളനം നവകേരളത്തിനുള്ള പാർട്ടി കാഴ്ചപ്പാട് എന്ന രേഖ അംഗീകരിച്ചിരുന്നു. വ്യക്തമായ ലക്ഷ്യത്തോടെ ദീർഘവീക്ഷണത്തോടെ കേരളത്തെ മുന്നോട്ട് നയിക്കാനുള്ള കർമ്മ പദ്ധതികളാണ് അതിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. അടുത്ത 25 വർഷം കൊണ്ട് കേരളത്തിലെ ജനജീവിതം അന്താരാഷ്ട്ര തലത്തിലെ വികസിത മധ്യവരുമാന രാഷ്ട്രങ്ങൾക്കൊപ്പം ഉയർത്തുക എന്നതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. LDF തുടർഭരണം ഈ കാഴ്ചപ്പാടിലാണ് മുന്നോട്ടു പോകുന്നത്. വിജ്ഞാന സമൂഹത്തെ രൂപപ്പെടുത്തി വിജ്ഞാന സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നത് വഴിയും സംരംഭങ്ങളിലൂടെയും വ്യവസായ ശൃംഖല വഴിയും കേരളത്തിന്റെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാൻ കഴിയും. കേരളം ഈ വഴിയിൽ ഏറെ മുന്നോട്ടു പോയെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. പുതിയ സംരംഭങ്ങളിലൂടെയും വ്യവസായങ്ങളിലൂടെയും 10 ലക്ഷത്തോളം പുതിയ തൊഴിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. അടുത്ത 1.25 വർഷം കൊണ്ട് 20 ലക്ഷം പേർക്ക് കൂടി തൊഴിൽ നൽകാൻ കഴിയുന്ന തരത്തിലുള്ള പദ്ധതികളാണ് സർക്കാർ മുന്നോട്ട് വച്ചിട്ടുള്ളത്. കഴിഞ്ഞ മാസം കൊച്ചിയിൽ സംഘടിപ്പിച്ച ആഗോള നിക്ഷേപ സംഗമത്തിൽ 1.52 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനങ്ങളാണ് ഉണ്ടായത്. ഇന്ത്യയിലെ ഏറ്റവും നല്ല വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളത്തെ മാറ്റാൻ ചുരുങ്ങിയ കാലം കൊണ്ട് നമുക്ക് സാധിച്ചെന്നത് നിസ്സാരമല്ല. സംസ്ഥാന താൽപ്പര്യങ്ങൾക്ക് ഹാനികരമല്ലാത്ത ഏതുതരം മൂലധന നിക്ഷേപവും സ്വീകരിക്കാമെന്ന് കഴിഞ്ഞ സമ്മേളനം അംഗീകരിച്ച വികസന രേഖയിൽ പറയുന്നുണ്ട്. പ്രവാസികളായ ഒരുപാട് മലയാളികൾ അതിസമ്പന്നരായിട്ടുണ്ട്. ഇവർ കേരളത്തിൽ മൂലധനം നിക്ഷേപിക്കുക എന്നത് പ്രധാനമാണ്. കൂടുതൽ മലയാളികൾ കേരളത്തിൽ വിവിധ സംരംഭങ്ങൾ തുടങ്ങാൻ തയ്യാറായി മുന്നോട്ടു വന്നു. ആഗോള നിക്ഷേപ സംഗമത്തിലും ഇവരുടെ പങ്കാളിത്തം ചെറുതായിരുന്നില്ല. ലോക കേരള സഭ ഇതിന് ഏറെ സഹായകരമായിട്ടുണ്ടെന്നാണ് നമ്മുടെ അനുഭവം. കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കി വീർപ്പുമുട്ടിക്കാൻ കേന്ദ്ര സർക്കാർ പരമാവധി ശ്രമിക്കുമ്പോൾ ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിക്കുക വളരെ പ്രധാനമാണ്. ഒപ്പം കേരളത്തിന്റെ സമ്പത്ത് പുറത്തേക്ക് ഒഴുകാനുള്ള പ്രവണതയ്ക്കും തടയിടാൻ കഴിയണം. ഇതിനുതകുന്ന പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കുന്നത്. സ്വകാര്യ സർവകലാശാല നിയമവും വ്യവസായത്തിന് ഏകജാലക സംവിധാനവുമെല്ലാം ഇതിനുള്ള നടപടികളാണ്. ആധുനിക കാലം ആവശ്യപ്പെടുന്ന തരത്തിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉതകുന്ന സംവിധാനങ്ങൾ സംസ്ഥാനത്തുണ്ടാകുക എന്നതാണ് നവകേരള സൃഷ്ടിക്ക് ഏറ്റവും ആവശ്യം. ഇന്ത്യക്ക് മാതൃകയായി ബദൽ നയങ്ങൾ നടപ്പാക്കുന്നതിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാർ എങ്ങനെ പ്രവർത്തിക്കണമെന്നുകൂടി കാണിച്ചു കൊടുക്കുകയാണ് നാം. അതേസമയം കേരളത്തിന്റെ പുരോഗമനപരമായ എല്ലാ നേട്ടങ്ങളെയും ഇകഴ്ത്തി കാണിക്കാൻ ഒരുപറ്റം മാധ്യമങ്ങളും UDFും BJPയും നിരന്തരം ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. കേരള ജനതയുടെ സമഗ്ര വികസനത്തിനുതകുന്ന പദ്ധതികൾ നടപ്പാക്കുന്ന ഇടതുപക്ഷത്തെ ജനവിരുദ്ധരായി ചിത്രീകരിക്കാൻ മാധ്യമങ്ങൾ മത്സരിക്കുകയാണ്. ഇതിനായി അസത്യങ്ങളും അർദ്ധസത്യങ്ങളും ഉപയോഗിക്കുന്നു. സമ്മേളനത്തിൽ അവതരിപ്പിച്ച നവകേരളത്തെ നയിക്കാൻ പുതുവഴി എന്ന രേഖയെക്കുറിച്ച് പോലും ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കുന്ന വാർത്തകളുമായാണ് ചില മാധ്യമങ്ങൾ ഇറങ്ങിയത്. സമ്മേളനം ചർച്ച ചെയ്ത് അംഗീകരിച്ച ശേഷമേ രേഖ പൊതുജനങ്ങൾക്ക് ലഭ്യമാകൂ. അതിനു മുമ്പേ ഭാവനയിൽ രൂപപ്പെട്ട കാര്യങ്ങൾ വെച്ച് ഈ രേഖ ജനങ്ങളെ കൊള്ളയടിക്കാനെന്ന മട്ടിൽ അവതരിപ്പിച്ചവരും ഉണ്ട്. ഇവരുടെ ലക്ഷ്യം കേരള ജനതയുടെ നന്മയല്ലെന്ന് വ്യക്തം. കമ്മ്യൂണിസ്റ്റ് വിരോധവും ഇടതുപക്ഷ വിരുദ്ധതയുമാണ് ഇവരെ നയിക്കുന്നത്. ഇത് കേരളത്തിന് ഗുണകരമാണോ എന്ന് ഇനിയെങ്കിലും ഇക്കൂട്ടർ പരിശോധിക്കുന്നത് നല്ലതായിരിക്കും.